നമസ്കാരം. ഇന്നലെ പുലർച്ചെ 2 മണിയോടടുത്താണ് വയനാട് മേപ്പാടി മുണ്ടക്കയിൽ ഉരുൾപൊട്ടലിൽ 80-ലധികം പേർ മരിക്കുകയും 100-ലധികം പേര് കുടുങ്ങിക്കിടക്കുന്നതുമായ വാർത്ത പുറത്തു വന്നത്. നമ്മുടെ നാടിനെ നടുക്കുന്ന ഒരു സംഭവം കൂടിയാണ് വയനാട്ടിൽ സംഭവിച്ചത്. 20ഓളം മൃതദേഹങ്ങളാണ് പുഴയിലൂടെ ഒഴുകി വന്നത്. രക്ഷാപ്രവർത്തനം തുടരുന്നതിനാൽ മരണസംഖ്യ ഇനിയും ഉയരുമെന്ന ആശങ്കയുണ്ട്. 50-ലേറെ വീടുകളാണ് പൂർണ്ണമായും തകർന്നത്. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി പെയ്യുന്ന മഴ കാരണമാണ് ഇത്തരത്തിൽ ഒരു ഉരുൾപൊട്ടലിനുള്ള സാഹചര്യമുണ്ടായത്. കോഴിക്കോട്, വയനാട്, മലപ്പുറം, തൃശൂർ, എറണാകുളം ജില്ലകളിൽ ഇപ്പോഴും നല്ല കനത്ത മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. ഉരുൾപൊട്ടലിൽ കുടുങ്ങിപ്പോയവരെ രക്ഷിക്കാൻ രക്ഷാപ്രവർത്തനം നിലവിലും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മാത്രമല്ല, രക്ഷാപ്രവർത്തനങ്ങൾക്കായി സുലൂരിൽ നിന്ന് 2 ഹെലികോപ്റ്ററുകൾ അയച്ചിട്ടുമുണ്ട്. അതേസമയം റോഡ് മാർഗം എത്തിച്ചേരുവാനുള്ള ഏക പാലം ഒഴുകിപ്പോയിരിക്കുകയാണ്. നാശനഷ്ടങ്ങൾ എത്രത്തോളം ഉണ്ടായി എന്നുള്ളത് ഇനിയും കൃത്യമായി പറയാൻ കഴിയില്ല. ഇനി ഹെലികോപ്റ്റർ മാത്രമാണ് അവിടെ എത്താനുള്ള ഏക മാർഗം. രക്ഷാപ്രവർത്തനത്തിന് സുലൂരിൽ നിന്ന് ഹെലികോപ്റ്ററുകളും അവിടെ എത്തിയിട്ടുണ്ട്. ക്യാമ്പുകളും സർക്കാർ സജ്ജമാക്കിയിട്ടുണ്ട്. ഇന്ന് മുഴുവനും കേരളത്തിൽ അതിതീവ്രമായ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ ശിവാനന്ദ വ്യക്തമാക്കുന്നത്. നമ്മൾ എല്ലാവരും കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതുണ്ടെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിട്ടുമുണ്ട്. ഈ ഒരാഴ്ച ഇനി മഴ തുടരുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇന്നു മുതൽ മഴയുടെ ശക്തി കുറയുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. മുന്നേ പെയ്ത മഴയിൽ മണ്ണ് കൂടുതൽ ദുർബലമായതുകൊണ്ടാണ് മുണ്ടക്കയിലെ ഉരുൾപൊട്ടലിന് കാരണമായതെന്നും ഭൂമി കുലുക്കം ഉണ്ടായതിനെ തുടർന്നാണോ ഉരുൾപൊട്ടൽ ഉണ്ടായതെന്നുള്ളതും പരിശോധിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. 65 കുടുംബങ്ങളായിരുന്നു ഇവിടെ താമസിച്ചിരുന്നത്. 35 തൊഴിലാളികളെ കാണാനുമില്ല. ഒഡീഷ സ്വദേശികളായ 2 ഡോക്ടർമാരും അപകടത്തിൽ മിസ്സിംഗ് ആണെന്ന വിവരമാണ് ലഭിക്കുന്നത്. വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ബാധിക്കപ്പെട്ട മലയാളി സഹോദരങ്ങളുടെ ദുഃഖത്തിൽ തമിഴ്നാട് സർക്കാരും ഇന്നലെ 5 കോടി രൂപ ധനസഹായം പ്രഖ്യാപിച്ചിരുന്നു. വേണ്ട വിധത്തിൽ സഹായങ്ങളെല്ലാം ചെയ്യുമെന്നും ഒറ്റക്കെട്ടായി നമ്മളതിനെ നേരിടുമെന്നും MK സ്റ്റാലിൻ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ഫോണിൽ വിളിച്ചറിയിച്ചിരുന്നു. ഡോക്ടർമാരും നഴ്സുമാരും ഉൾപ്പെടുന്ന ഒരു മെഡിക്കൽ സംഘത്തെയും ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് ടീമിനെയും അയക്കുന്നുണ്ടെന്നും MK സ്റ്റാലിൻ സോഷ്യൽ മീഡിയ പോസ്റ്റ് വഴി അറിയിച്ചു.